ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ന്യൂസ് കാണാനിടയായത്. ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു വാവ് ഫാക്ടറൊന്നും അടിച്ചില്ല. കാരണം ഇന്നലെ വൈകിട്ട് തുടങ്ങിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി, ഒരുപാട് വിദ്യാർത്ഥികളുടെ കോളുകൾ വരുന്നുണ്ട്, ഇമെയിൽ വരുന്നുണ്ട്, SMS വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പോട്ടെ എന്ന് വെച്ചു. അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2 ന്യൂസുകൾ കാണാനിടയായത്. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ചിരിയാണ് വന്നത്. കാരണം പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നും ഈ വെള്ളപ്പൊക്കം, പേമാരി, റെഡ് അലർട്ട്, മഴ എന്നൊക്കെ പറയുന്ന സമയത്ത് ഡെയിലി ഒരാഴ്ച ഫുള്ളായിട്ട് ലീവ് കൊടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കളക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ദിവസവും ഇന്ന് അവധി, നാളെ അവധി, അങ്ങനെ ലീവ് കൊടുക്കുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ ലീവ് കൊടുക്കുന്നത് ഇവരെങ്ങനെയാണെന്നറിയോ? പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മഴ കാരണം അവധി. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഈ MBBSും എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ LLBക്കൊക്കെ പഠിക്കുന്ന പ്രൊഫഷണൽ കോളേജിലെ പിള്ളേർ അവർ മനുഷ്യന്മാരല്ലേ? എല്ലാവർക്കും കോളേജിൽ ലീവ് കൊടുക്കുമ്പോൾ ഇവർക്ക് മാത്രം എന്തിനാണ് ഒരു വേർതിരിവ്? ഇവർക്കൊഴികെ. അപ്പം എന്താ, ഞങ്ങൾ മനുഷ്യന്മാരല്ലേ? ഞങ്ങൾ മഴക്കെടുതിയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും എന്നൊക്കെ ഞങ്ങളിങ്ങനെ പലവട്ടം ചിന്തിച്ച് അന്നൊന്നും ഞങ്ങൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ മഴയത്തായാലും വെയിലത്തായാലും എല്ലാം പോകണം. അതെന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോൾ പറയാൻ വന്നത്, ഫുട്ബോൾ ശരിക്കും ഒരു ആവേശമൊക്കെയാണ്, അതിനാരും തള്ളി പറയുന്നില്ല. പക്ഷെ ഒരു കളിക്ക് വേണ്ടിയിട്ട് സംസ്ഥാനം മുഴുവൻ നിശ്ചലമാകുന്നത് കുറച്ച് ഓവറല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ഒന്നിനും തികയാതെ കഷ്ടപ്പെടുന്ന എത്രയോ പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചുറ്റുമുണ്ട്. പവർ കട്ടും വോൾട്ടേജ് ക്ഷാമവും കാരണം, കടുത്ത ചൂട് കാരണം ജനങ്ങൾ പൊറുതിമുട്ടാണ് ഓരോ വീട്ടിലും. സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പ്രതിസന്ധിയിലാണ്. KSRTC ബസ്സും സ്വകാര്യ ബസ്സുകാരും ഒന്നുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെല്ലാം പുറമെ പട്ടിണി കടന്നും കഷ്ടപ്പെട്ടും പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ വന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ ജോലി കിട്ടുന്നില്ലെന്ന് പരാതി പറഞ്ഞ് മിനിഞ്ഞാന്ന് മണ്ണ് വാരി തിന്നുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ഇത്രയേറെ ജീവൻ മരണ പ്രശ്നങ്ങളിലൂടെ ജനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ പോലും അല്ലാത്ത കളിക്ക് വേണ്ടിയിട്ട് ഇവിടെ പരീക്ഷ മാറ്റിവെക്കുന്നതും അവധി കൊടുക്കുന്നതും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം രാജ്യം നെഞ്ചുറപ്പോടെ പൊരുതി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തി ക്രിക്കറ്റ് വേൾഡ് കപ്പ് അടിച്ചപ്പോൾ പോലും ഈ നാട്ടിൽ ഒരു ദിവസത്തെ പോയിട്ട് ഒരു അര ദിവസത്തെ അവധി പോലും ഒരാൾ തന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ ഇന്ത്യ കളിക്കാൻ യോഗ്യത പോലും നേടാത്ത ഒരു ഫുട്ബോൾ ലോകകപ്പിൻ്റെ പേരിൽ ഒരു സംസ്ഥാനം മുഴുവൻ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നതും യൂണിവേഴ്സിറ്റി പരീക്ഷകൾ വരെ മാറ്റിവെക്കുന്നതും. സത്യം പറഞ്ഞാൽ ആവേശമൊക്കെ ആവാം, പക്ഷെ അത് നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയും വിദ്യാർത്ഥികളുടെ ഭാവി പരീക്ഷകളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഈ അനാവശ്യ അവധി ആഘോഷങ്ങൾ കുറച്ച് ഓവറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ എത്ര പേര് നിങ്ങൾ എന്നെ പൊങ്കാലിടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.